ഹരിത പൂങ്കൊടികളേന്തി അണിചേരും പടയൊന്നിതാ അകതാരിൽ വിജയത്തിന്റെ അഭിമാനം നിറയുന്നിതാ. തീവ്രവാദത്തിനും ജീർണതക്കെതിരായി പൊരുതുന്ന യുവജന യാത്രയിതാ. തീവ്രവാദത്തിനും ജീർണതക്കെതിരായി പൊരുതുന്ന യുവജന യാത്രയിതാ. ഹരിത പൂങ്കൊടികളേന്തി അണിചേരും പടയൊന്നിതാ അകതാരിൽ വിജയത്തിന്റെ അഭിമാനം നിറയുന്നിതാ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് സിമിയുടെ സൃഷ്ടിയാണ്. ഇത് സിമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടന, നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയുടെ ബുദ്ധികേന്ദ്രങ്ങൾ രൂപം നൽകിയ ഒരു സംഘടനയാണ്. SDP ആയാലും NDF ആയാലും പോപ്പുലർ ഫ്രണ്ട് ആയാലും അവരാണ് ഇതിനെ രൂപീകരിച്ചിട്ടുള്ളത്. അവരുടെ നിയന്ത്രണത്തിലാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം സെറ്റപ്പ് ഞാൻ ചോദിക്കല പൂവാട്ടുപറമ്പിലെടുക്കുക. ഇവിടെ ആളുകൾ യാത്ര നടത്തുന്നത് 20 കൊല്ലം ഇവരുണ്ടായി. ഇവിടെ മുസ്ലിം സമൂഹത്തിന് എന്ത് പ്രതിസന്ധിയിലാണ് അവർ സഹായിച്ചത്? അല്ലെങ്കിൽ ലീഗിന്റെ തണലിൽ ഈ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഈ 20 കൊല്ലത്തിന് എന്ത് ആപത്താണ് ഉണ്ടായത്? NDF ഞങ്ങൾ സഹായിക്കുന്നത് പറയാനുള്ള എന്ത് ഗതികേട് ഇവിടെ ഉണ്ടായി? ഇവരാരെ സഹായിച്ചു? ഇവരെന്ത് പാഠം ഈ നാട്ടിനെ പഠിപ്പിച്ചു? ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ക്ലബ് ഓഫീസ് തീ വെക്കുമ്പോ പെട്രോൾ നേരെ അങ്ങോട്ട് ഒഴിച്ചാൽ സ്വന്തം ശരീരത്തിൽ പിടിക്കുന്നു. അത് തീയിട്ടാ സ്വന്തം ശരീരം ആദ്യം കത്തും എന്നുള്ള ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. അല്ല, അതുപോലെ ആവശ്യം നമുക്കങ്ങനെ തീയിടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്ത് പാഠമാണല്ലോ നിങ്ങൾ പഠിപ്പിച്ചത് 20 കൊല്ലം കൊണ്ട്? ഈ പൂവാട്ടുപറമ്പിൽ പ്രവർത്തിച്ചിട്ട് ഏത് മുസ്ലിമിനാണ് നിങ്ങൾ സഹായിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ഏത് RSSനെയാണ് നിങ്ങൾ ചെറുതാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്? വളർത്താനുള്ള ആശങ്കയല്ലേ, അവസരമല്ലേ നിങ്ങൾ ഉണ്ടാക്കിയത്? 1960 മുതൽ ഈ പൂവാട്ടുപറമ്പിൽ RSSന്റെ ട്രൗസർ ഇട്ട് നടക്കുന്ന ആളുകളുണ്ട്. 1960 മുതൽ എന്താ അവർക്ക് ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചത്? ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ അതിന് ഭ്രംഷ്ട് കൽപ്പിച്ചു. ഹൈന്ദവ വിശ്വാസികൾ അവരെ അകറ്റി നിർത്തി. ഒരു പ്രശ്നം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു ആശയ പ്രചരണവും അവരുടെ അജണ്ടകളും നടപ്പാക്കാൻ പൂവാട്ടുപറമ്പിന്റെ മണ്ണിൽ ഇടം കൊടുത്തിട്ടില്ല. അത് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളുടെ അന്തസ്സാണ്. ബഹുമാനിക്കണം നമ്മൾ. ആ അന്തസ് നമ്മൾ കാക്കണ്ടേ? അത് കെടുത്തിക്കളയാനല്ലേ ഇവർ വരുന്നത്? എന്നിട്ട് പൂവാട്ടുപറമ്പിൽ ഒരു കാവ്യ എടുത്തവര് അല്ലെങ്കിൽ കയ്യിൽ ഈ ചരട് കെട്ടിയ ഒരു ഹിന്ദുവിനെ കണ്ടാൽ ഇവരിങ്ങനെ നടക്കുക ചുറ്റിലും. ഇവരെങ്ങോട്ടാ പോണേ? ഇവരെ ഗുജറാത്തിൽ നിന്ന് ഇവരൊക്കെ വിചാരം ക്ലാസ് കേട്ട് നരേന്ദ്രമോദിന്റെ മുഖ്യ ശത്രു പൂവാട്ടുപറമ്പിലുള്ള ചങ്ങായിമാരൊക്കെയാണ്. അപ്പം ഇവരെ കൊല്ലാൻ ഏത് സമയം നരേന്ദ്രമോദിയും ഇസ്രായേലും ഒക്കെ ആള് വരുന്നുള്ള ആശങ്കയാണ്. ഈ ക്ലാസ് കേട്ട് ഇതായി പോവാണല്ലോ. എന്നിട്ട് ഒരു ഹൈന്ദവ വിശ്വാസി അവർ പൂവാട്ടുപറമ്പിൽ അവന്റെ പിന്നാലെ ബൈക്കായിട്ട് നടക്കുക. അവൻ എങ്ങോട്ട് പോണെന്ന് നോക്കുക. അവരിവിടുത്തെ മുസ്ലിങ്ങൾ ഒന്നായിട്ട് മിണുങ്ങാൻ വന്നവനാണെന്നുള്ള രീതിയിൽ അവന്റെ പിന്നാലെ നടക്കുക. മാത്രമല്ല ഇവരൊക്കെ നടത്തങ്ങൾ കണ്ടില്ലേ? ഒരു മനുഷ്യനോട് ചിരിക്കോ? രാത്രി തന്നെ ഒക്കെ തലയെ കയറ്റി. ഇസ്രായേലിന്റെ പ്രശ്നം അവന്റെ തലയിലാണ്, ഫലസ്തീന്റെ പ്രശ്നം അവന്റെ തലയിലാണ്, ഗുജറാത്തിന്റെ പ്രശ്നം അവന്റെ തലയിലാണ്, ഒറീസന്റെ പ്രശ്നം തലയിലാണ്. ഇതൊക്കെ തല വീർപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യനോട് ചിരിക്കാതെ രാവിലെ കൊണ്ട് നടക്കുക. അതൊക്കെ അവന്റെ തലയിലാണിച്ചിട്ട് ആര് തട്ടിമുട്ടിയ പോലും അറിയില്ല. അങ്ങനെ ഒരു സ്വഭാവമുണ്ടോ? മനുഷ്യന്മാരെ ചിരിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടോ? അങ്ങനെ നടക്കാ തെറ്റുമ്പോഴൊക്കെ ഇതൊക്കെ എന്റെ തലയിലാണ്, ഇതൊക്കെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നാട്ടിൽ ഇങ്ങനെ ഭീകരത സൃഷ്ടിച്ച് നടക്കുക. ഇരുട്ടിന്റെ പുറവിൽ യോഗം ചേരുകയാണ്. ആകെ കത്തിച്ചൊക്കെ ഒരു മെഴുകുതിരിയ. എന്റെ വാർഡില് ഈരഞ്ചേരി ഭാഗത്ത് ഇവരൊരു കേന്ദ്രം ഇപ്പൊ നാറാത്ത് പിടികൂടിയില്ലേ, ആയുധ പരിശീലന കേന്ദ്രം. അതേപോലെ കേന്ദ്രം 13-ാം വാർഡില് ഈരഞ്ചേരി ഭാഗത്തുണ്ട്. അതിന്റെ അടുത്തൂടെ ഇലക്ട്രിക് ലൈൻ പോയിട്ടുണ്ട്. 4-5 കൊല്ലം ഇവര് വാങ്ങിയിട്ട് ആദ്യം എല്ലാവരും ഓഫീസ് ഉണ്ടാക്കി അങ്ങാടിയില്ല. ഇവരതിന് ഏറ്റവും അവിടുന്ന് ആകാശത്തിന് കോണി വെക്കാന്ന എല്ലാവരും പറയാം. ആ മലന്റെ മുകളിൽ അവർ ഉണ്ടാക്കിയത്. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം എടുക്കുക കറണ്ട്. അവർ 5 കൊല്ലമായിട്ട് കറണ്ടിന് അപേക്ഷ കൊടുത്തില്ല. കാരണം കറണ്ടിന് അപേക്ഷ കൊടുത്താൽ മെഴുകുതിരി കത്തിക്കാൻ കഴിയുന്നില്ല. മെഴുകുതിരി കത്തിച്ച് അൽ ഫാത്തിഹ ആ മെഴുകുതിരിയോട്ട് ഊതിച്ചു. പിന്നെ ആർക്കോ വരുന്ന ക്ലാസ് എടുക്കുന്നത്? ഇങ്ങനെയൊക്കെയാണോ മുസ്ലിം സമുദായത്തെ സംഘടിപ്പിക്കേണ്ടത്? ഇങ്ങനെയൊക്കെയാണോ ഈ നാട്ടിൽ SSLC വരെ പാസ്സായി ഈ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസം നേടി ഈ നാട്ടിലെ കുടുംബത്തിനും ഈ നാടിനും അഭിമാനമായി ഈ നാടിന് വെളിച്ചം പകരേണ്ട മുസ്ലിം യുവത്വത്തെ ഈ രീതിയിൽ ഇരുട്ടിന്റെ അറയിൽ കൊണ്ടുപോയി കുരുത് കളിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അനുവദിക്കാൻ പോവില്ല. കുറച്ച് കാലം ഞങ്ങൾ ഗ്യാലറിയിൽ കണ്ടു. ഇനി കളി ഗ്രൗണ്ടിലിറങ്ങി കളിക്കാൻ പോവാ. ഗ്രൗണ്ടിലിറങ്ങി കളിക്കുക. ഓരോ പ്രവർത്തകരെയും ഓരോ കുട്ടിയെയും നിഷ്കളങ്കമായ മനസ്സുകളിൽ വർഗീയ ചിന്ത ഇളക്കി വെച്ചുകൊണ്ട് ഇരുട്ടിന്റെ മറവിൽ
രാജ്യദ്രോഹികളായി തീർക്കുന്നു. ഈ നാട്ടിൽ ഞാൻ നോക്കുക, നാറാത്ത് 21 ചെറുപ്പക്കാർ, എന്തിനും പോകുന്ന 21 ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാരെ ആശ്രയിച്ച് ഒരു കുടുംബമുണ്ട്, ഒരു ഉമ്മയുണ്ട്, ഒരു പാപ്പയുണ്ട്, സഹോദരങ്ങളുണ്ട്. ആ നാട്, ആ യുവാക്കളിൽ ഇവിടുത്തെ 21 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ പൊതു സ്വത്ത. അവരിലാണ് ഈ നാട് പ്രതീക്ഷ അർപ്പിക്കുന്നത്. ആ 21 എണ്ണത്തിന് ഇപ്പം കൊണ്ടുപോയില്ലേ, NIA അന്വേഷണം ഏറ്റെടുത്തു, ഇരുട്ടറയിലേക്ക് തള്ളിവിട്ടു. ആ നാടിന് വെളിച്ചമാകേണ്ട, ആ നാട്ടിലെ ഉമ്മക്കും ഉപ്പക്കും തണലാകേണ്ട 21 ചെറുപ്പക്കാരെ കാത്തു കൊടുത്ത് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ജയിലറയ്ക്ക് അയച്ചില്ലേ. ഓർക്കണം, ഇവിടുത്തെ ഓരോ രക്ഷിതാവും ജാഗ്രത പാലിക്കണം. 21 ജയിലറയ്ക്ക് പോയി. എന്നിട്ട് ആ നിയമ UAPA പിൻവലിക്കണം. ഇന്നുകൊണ്ട് 4-5 ബൈക്കും അതിന്റെ മുന്നിൽ ഒരു സെറ്റും ആയിട്ട് ഇങ്ങനെ പോണ്. കുറച്ച് അങ്ങോട്ടും പോയി, കുറച്ച് ഇങ്ങോട്ടും പോയി. കഴിഞ്ഞ് 21 കുട്ടികളോടുള്ള പ്രതിബദ്ധത തീർന്നു. നാളെ ഇവിടെ എന്താ സംഭവിക്കാന്നറിയോ? ഈ രീതിയിൽ ഭീകരപ്രവർത്തനം സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യുവത്വത്തെ, മുസ്ലിം യുവത്വത്തെ ഒരു വർഗീയതയിലേക്ക് പോകാതെ കാത്തു സൂക്ഷിക്കാനാണ് മുസ്ലിം ലീഗ് ത്യാഗം ചെയ്യുന്നത്. അതെന്തിനാണ്? അവർ വർഗീയതയിലേക്ക് പോവാതെ ഈ നാടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണം, ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണം, ഈ കുടുംബത്തിന് തണലാവണം, നാടിന് വെളിച്ചമാക്കണം. പക്ഷെ ഇവര് തീവ്രമായ ചിന്തകളിൽ, അതുകൊണ്ടാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ഒരു മുസ്ലിമിനെയും രക്ഷിക്കണം എന്നുള്ള ആഗ്രഹക്കാര് ഈ സംഘടനയ്ക്ക് ഫണ്ട് കൊടുക്കൂല. ഇന്ത്യയുടെ ചരിത്രം അറിയുന്ന, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളെ കുറിച്ച് അറിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, കേരളത്തിലെ മുസ്ലിങ്ങൾ അപകടത്തിലാണ്, അവർക്കൊരു പുതിയ സംഘടനയുടെ സഹായം ആവശ്യമുണ്ട്, അവർക്ക് ഫണ്ട് കൊടുക്കണം എന്ന് പറയില്ല. ഒരു മുസ്ലിം വ്യക്തിയും ചെയ്യില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ സെറ്റപ്പ്, ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഐക്യം, ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇതര സമൂഹങ്ങളോട് പുലർത്തുന്ന സാഹചര്യം, ഇത് തകർന്നു കാണേണ്ടത് മുസ്ലിം വിരുദ്ധ ശക്തികളുടെ അജണ്ടയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഫണ്ട് നൽകുന്നതിൽ ഇസ്രായേലിന് ബന്ധമുണ്ടോ എന്ന് പോലും സംശയിക്കുന്നു. വെറുതെ അല്ല കെ.എം. ഷാജി സാഹിബ് ആരോപണം ഉന്നയിക്കുന്നത്. ഇസ്രായേലിന് പോലും, മുസ്ലിം വിരുദ്ധ ശക്തി കേന്ദ്രങ്ങളിൽ പോലും പൂവാട്ടുപറമ്പിലെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ പിടിച്ച് രാജ്യദ്രോഹിയാക്കി ഇരുട്ടറയിലേക്ക് തള്ളിക്കേണ്ട അജണ്ട മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നവരുടേതല്ല, മുസ്ലിങ്ങളുടെ ശത്രുക്കളുടേതാണ്. അതുകൊണ്ടാണ് ഈ തീവ്ര അജണ്ടക്ക് പിന്നിൽ, ഫണ്ട് നൽകുന്നവരുടെ പിന്നിൽ, NDF-ന്റെ ഫണ്ട് നൽകുന്നവരുടെ പിന്നിൽ ഭീകര സംഘടനകൾ ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കപ്പെടും. മുസ്ലിം ലീഗിനെ സഹായിക്കാൻ, മുസ്ലിം ലീഗിന് പ്രോത്സാഹനം നൽകാൻ, മുസ്ലിം ലീഗിന് പിന്തുണ നൽകാൻ സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് ആളുകൾ, നേതാക്കന്മാർ, വ്യവസായ പ്രമുഖന്മാർ, സാധാരണക്കാർ കടന്നു വന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രിയപ്പെട്ടവരെ, തീവ്രവാദത്തിന്റെ വിഷവിത്തുകൾ പാകാൻ ആര് കടന്നു വന്നാലും അവരുടെ പ്രചണ്ഡമായ പ്രചരണങ്ങളെ അങ്ങകലെ പടിഞ്ഞാറ് അറബിക്കടലിന്റെ അഗാധതയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഞങ്ങൾ വിശ്രമിക്കുകയുള്ളൂ എന്ന് ഉച്ചസ്ഥിരം പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ കർമ്മധീരരായ പടയണികൾ ഈ ജാഥകൾ ഹരിതപതാകയും തോളിലേന്തിക്കൊണ്ട് കൊടുങ്ങല്ലൂരിലെ സമ്പന്ന തറവാട്ടിൽ പിറന്ന് ഈ ലോകത്തോട് വില പറയുമ്പോൾ ഒരു ചില്ലിക്കാശിന് പോലും വകയില്ലാതെ ഫക്കീറായി മരിക്കേണ്ടി വന്ന മർഹൂം സീതി സാഹിബ് ഞങ്ങളെ ഏൽപ്പിച്ച ഹരിതപതാകയും തോളിലേന്തിക്കൊണ്ട് ഏഷ്യനിക്കാരോടും ഭീഷണിക്കാരോടും കൊഞ്ചാനും കെഞ്ചാനും നിൽക്കാതെ ഭീഷണിക്കാരന്റെ ഭീഷണി കത്തുകൊണ്ട് വഞ്ചിയുണ്ടാക്കി കളിച്ച പതാകത്തോട് സീതി ഹാജി ഞങ്ങളെ ഏൽപ്പിച്ച ഹരിതപതാകയും തോളിലേന്തിക്കൊണ്ട് കരിമ്പാടക്കൂട്ടങ്ങളെ പോലും ഭയമില്ലാതെ കരിമ്പാടക്കൂട്ടങ്ങളെ പോലും തന്റെ വാക്ചാതുര്യം കൊണ്ട് നിലയ്ക്ക് നിർത്തിയ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് ഞങ്ങളെ ഏൽപ്പിച്ച ഹരിതപതാകയും തോളിലേന്തി അനുഭവിക്കാൻ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മിക്കാൻ ഒരുപാട് ഓർമ്മകളും സമ്മാനിച്ച് മുത്തു ശിഹാബിൻ വഴികളിലൂടെ ഉയർന്ന നേരിൻ പടയെ കണ്ടു. യുവജനയാത്ര സിന്ദാബാദ്, ഹരിതക്കൊടിയുടെ നടുവിൽ മിന്നും നക്ഷത്രത്തിൻ പൊളിവുണ്ട്. യൂത്ത് ലീഗ് സിന്ദാബാദ്, യുവജനയാത്ര സിന്ദാബാദ്. ിലെത്തും പിന്നെ കായിതുൽ കൗമൊത്ത് ഈ ഹരിതവർണ്ണ പൊൻപതാക വാനിലുയർത്തി
കാലങ്ങൾ പിന്നിട്ട് പൊങ്ങിപ്പാറുന്നു മാനത്ത് ഈ ന്യൂനപക്ഷ ജനതയ്ക്കെന്നും നൽകി കരുത്ത്. നന്മ നിറഞ്ഞവരാ മുസ്ലിം ലീഗിന്റെ നായകര് ഈ പൊൻപതാക മങ്ങിടാതെ കാത്തു പുലർത്തി. കായികമില്ലെത്തും പിന്നെ കായിതിൽ കൗമൊത്ത് ഈ ഹരിതവർണ്ണ പൊൻപതാക വാനിലുയർത്തി. കാർമുകിൽ പാളികളിൽ വന്നു പൂവിട്ടരമ്പിളിയാ കേഴും മനസ്സുകളിൽ വന്നു സ്നേഹക്കതിരൊളിയായി. കാർമുകിൽ പാളികളിൽ വന്നു പൂവിട്ടരമ്പിളിയാ കേഴും മനസ്സുകളിൽ വന്നു സ്നേഹക്കതിരൊളിയായി. ദുരിതക്കായങ്ങളിൽ വന്നു കനവിൻ കരങ്ങളായി ഈ തകർന്നു പോയ സമുദായത്തെ താങ്ങി നിർത്തി. അറിവിൻ വഴികളിൽ വെണ്മ ചൊരിഞ്ഞു തെളിഞ്ഞിടാൻ ഈ അർദ്ധചന്ദ്ര പൊൻപതാക പീലി വിടർത്തി. കായികമില്ലെത്തും പിന്നെ കായിതിൽ കൗമൊത്ത് ഈ ഹരിതവർണ്ണ പൊൻപതാക വാനിലുയർത്തി. പേരും കൊടിയും നിറം തെല്ലും മാറി മറഞ്ഞതില്ല. പാർട്ടി നയങ്ങളൊന്നും വെട്ടിമാറ്റി തിരുത്തിയില്ല. പേരും കൊടിയും നിറം തെല്ലും മാറി മറഞ്ഞതില്ല. പാർട്ടി നയങ്ങളൊന്നും വെട്ടിമാറ്റി തിരുത്തിയില്ല. കനിവിൻ പൂങ്കതിരായി മണ്ണിൽ വിരിഞ്ഞ പൊന്മലര് ഈ മുസ്ലിം ലീഗിൽ അടിയുറച്ച് ഞങ്ങൾ വരുന്നേ. നാടിന് പൂന്തടലായി പൊങ്ങിപ്പാറുന്ന പൊൻകൊടിയെ ഈ നെഞ്ചിലേറ്റി വിളിക്കും ഞങ്ങൾ ലീഗ് സിന്ദാബാദ്. ആയുധമില്ലെത്തും പിന്നെ ആയുധൽ കൗമൊത്ത് ഈ ഹരിതവർണ്ണ പൊൻപതാക വാനിലുയർത്തി. നന്മ നിറഞ്ഞവരാ മുസ്ലിം ലീഗിന്റെ നായകര് ഈ പൊൻപതാക മങ്ങിടാതെ കാത്തു പുലർത്തി. കായികമില്ലെത്തും പിന്നെ കായിതിൽ കൗമൊത്ത് ഈ ഹരിതവർണ്ണ പൊൻപതാക വാനിലുയർത്തി. ഹരിത പൂങ്കൊടികളേന്തി അണിചേരും പടയം നീതാ അകതാരിൽ വിജയത്തിന്റെ അഭിമാനം നിറയും നീതാ. തീവ്രവാദത്തിനും ജീർണതക്കെതിരായി പൊരുതുന്ന യുവജന യാത്രയിതാ. തീവ്രവാദത്തിനും ജീർണതക്കെതിരായി പൊരുതുന്ന യുവജന യാത്രയിതാ. ഹരിത പൂങ്കൊടികളേന്തി അണിചേരും പടയം നീതാ അകതാരിൽ വിജയത്തിന്റെ അഭിമാനം നിറയും നീതാ.
മദ്യം നമുക്ക് നൽകും തീരാ ദുരിതങ്ങൾ, മയക്കുമരുന്നടിച്ച് കേഴുന്ന സോദരങ്ങൾ, ജാതി മതത്തിൻ പേരിൽ നാശം വിതയ്ക്കുന്നോരെ, ജീർണതയാലെ സ്വന്തം ജീവൻ വേടിയുന്നോരെ വേണ്ട വേണ്ട തീരെ വേണ്ട, ഈ കൂട്ടരെ നമുക്ക് വേണ്ട. ഹരിത പൂങ്കൊടികളേന്തി അണിചേരും പടയൊന്നിതാ, അകതാരിൽ വിജയത്തിന്റെ അഭിമാനം നിറയുന്നിതാ. പച്ചക്കോടിക്കു വീറും ഉശിരും പകർന്ന നാട്ടിൽ, സമുദായ സൗഹാർദ്ദ പൂക്കൾ വിരിഞ്ഞ മണ്ണിൽ, ഇരുളിന്റെ മറവിൽ നിന്നും തിരുടന്മാർ കേറി വന്ന് ഞാഞ്ഞൂലിൻ പത്തി കാട്ടി കൊത്താനൊരുങ്ങിടുന്നു. വേണ്ട വേണ്ട തീരെ വേണ്ട, ഈ കൂട്ടരെ നമുക്ക് വേണ്ട. ഹരിത പൂങ്കൊടികളേന്തി അണിചേരും പടയൊന്നിതാ, അകതാരിൽ വിജയത്തിന്റെ അഭിമാനം നിറയുന്നിതാ. പൂവാട്ടുപറമ്പിന്റെ പൊന്നോമൽ പൂക്കളായി പച്ചക്കോടി പിടിച്ച് നീങ്ങും യുവാക്കളിതാ, പോരാട്ട വീര്യത്തിൻ തീയിൽ മുളച്ചവരെ, പച്ചോല പാമ്പ് കണ്ട് പതറാത്ത സോദരരെ, പോരൂ പോരൂ ചേരൂ ചേരൂ ഈ യൂത്ത് ലീഗിലൊത്തു ചേരും. ഹരിത പൂങ്കൊടികളേന്തി അണിചേരും പടയൊന്നിതാ, അകതാരിൽ വിജയത്തിന്റെ അഭിമാനം നിറയുന്നിതാ. തീവ്രവാദത്തിനും ജീർണതക്കെതിരായി പൊരുതുന്ന യുവജന യാത്രയിതാ, തീവ്രവാദത്തിനും ജീർണതക്കെതിരായി പൊരുതുന്ന യുവജന യാത്രയിതാ. ഹരിത പൂങ്കൊടികളേന്തി അണിചേരും പടയൊന്നിതാ, അകതാരിൽ വിജയത്തിന്റെ അഭിമാനം നിറയുന്നിതാ. ഹരിത പൂങ്കൊടികളേന്തി അണിചേരും പടയൊന്നിതാ. അരിമുല്ല പൂ പോലെ അഴകേറും പൊൻപിറ പോലെ, മനസ്സിൻ്റെ പൂങ്കാവിൽ മധുരസം തൂകിടും മലരാണി മുസ്ലിം ലീഗ്, മൊഞ്ചാണി യൂത്ത് ലീഗ്, സിന്ദാബാദ് മുസ്ലിം ലീഗ്, സിന്ദാബാദ് യൂത്ത് ലീഗ്. അരിമുല്ല അഴകേറും പൊൻപിറ പോലെ, മനസ്സിൻ്റെ പൂങ്കാവിൽ മധുരസം തൂകിടും മലരാണി മുസ്ലിം ലീഗ്, മൊഞ്ചാണി യൂത്ത് ലീഗ്, സിന്ദാബാദ് മുസ്ലിം ലീഗ്, സിന്ദാബാദ് യൂത്ത് ലീഗ്.
മഹാന്മാരെ കരങ്ങളിൽ അരുമയായി കിടന്ന് മലയാളക്കാരക്കാകെ അഭിമാനം പകർന്ന് മലബാറിൽ ഹരിത പൂങ്കോടി പാറി പറന്ന് മഹാന്മാരെ കരങ്ങളിൽ അരുമയായി കിടന്ന് മലയാളക്കാരക്കാകെ അഭിമാനം പകർന്ന് മലബാറിൽ ഹരിത പൂങ്കോടി പാറി പറന്ന് തീയറ്റിൻ തണലേറ്റ് വളർന്ന ലീഗ് സമുദായ സൗഹാർദ്ദത്തിൽ ഉയർന്ന ലീഗ് അരിമുല്ല പൂ പോലെ അഴകേറും പൊൻപിറ പോലെ മനസ്സിൻ്റെ പൂങ്കാവിൽ മധുരസം തൂകിടും മലരാണി മുസ്ലിം ലീഗ് മൊഞ്ചാണി യൂത്ത് ലീഗ് സിന്ദാബാദ് മുസ്ലിം ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ്. കഥനത്താൽ പിടയുന്ന മനസ്സിന്റെ അകത്ത് കുളിരായിട്ടിതാ പച്ചക്കോടി കയ്യിൽ കൊടുത്ത് കഴിവുറ്റ നേതൃത്വത്തിന് അതിരറ്റ കരുത്ത്. കഥനത്താൽ പിടയുന്ന മനസ്സിന്റെ അകത്ത് കുളിരായിട്ടിതാ പച്ചക്കോടി കയ്യിൽ കൊടുത്ത് കഴിവുറ്റ നേതൃത്വത്തിന് അതിരറ്റ കരുത്ത്. പാപക്കി തങ്ങൾ പോറ്റി വളർത്തി ലീഗ് കായികേ മില്ലത്തുയിൽ കൊടുത്ത ലീഗ് അരിമുല്ല പൂ പോലെ അഴകേറും പൊൻപിറ പോലെ മനസ്സിൻ്റെ പൂങ്കാവിൽ മധുരസം തൂകിടും മലരാണി മുസ്ലിം ലീഗ് മൊഞ്ചാണി യൂത്ത് ലീഗ് സിന്ദാബാദ് മുസ്ലിം ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ്. അധർമ്മത്തിനെതിരായി പടയോട്ടം നടത്തി അവകാശ സമരത്തിനലയോലി മുഴക്കി അണിയൊത്ത് വരുന്നിതാ ജയബേരി മുഴക്കി. അധർമ്മത്തിനെതിരായി പടയോട്ടം നടത്തി അവകാശ സമരത്തിനലയോലി മുഴക്കി അണിയൊത്ത് വരുന്നിതാ ജയബേരി മുഴക്കി. ശാന്തിയും സമാധാനം കൊതിക്കും ലീഗ് മണിമുത്ത് ശിഹാബോര് നയിച്ച ലീഗ് അരിമുല്ല പൂ പോലെ അഴകേറും പൊൻപിറ പോലെ മനസ്സിൻ്റെ പൂങ്കാവിൽ മധുരസം തൂകിടും മലരാണി മുസ്ലിം ലീഗ് മൊഞ്ചാണി യൂത്ത് ലീഗ് സിന്ദാബാദ് മുസ്ലിം ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് മുസ്ലിം ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ്. യൂത്ത് ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ്. ജീവിതത്തിനർത്ഥമുണ്ട് സോദരേ അതിനാമുഖം യുവത്വമെന്നതോർക്കണം. നൊന്ത് പെറ്റ പൊന്നുമോന്റെ മയ്യത്ത് ഉമ്മ കണ്ടിടേണ്ട എന്ന് ചൊന്നതോർക്കണം.
ജീവിതത്തിനർത്ഥമുണ്ട് സോദരേ, അതിനാമുഖം യുവത്വമെന്നതോർക്കണം. അക്രമത്തിനാക്കം കൂട്ടും തീപ്പൊരി വീണ് കത്തിടാതെ നമ്മളെന്നും നോക്കണം. അക്രമത്തിനാക്കം കൂട്ടും തീപ്പൊരി വീണ് കത്തിടാതെ നമ്മളെന്നും നോക്കണം. അങ്ങകലെ കേൾക്കും കൂട്ടനിലവിലെ സ്വന്തം വീട്ടിൽ വന്ന് ചേരുമെന്നതോർക്കണം. ജീവിതത്തിനർത്ഥമുണ്ട് സോദരേ, അതിനാമുഖം യുവത്വമെന്നതോർക്കണം. തീവ്രവാദ വിപ്ലവത്തിൻ ചില്ലകൾ വെട്ടിമാറ്റിടുവാനൊരു നിമിഷം വൈകിയ, തീവ്രവാദ വിപ്ലവത്തിൻ ചില്ലകൾ വെട്ടിമാറ്റിടുവാനൊരു നിമിഷം വൈകിയ, കണ്ടെടുക്കും വീട്ടിൽ നിന്നും ബോംബുകൾ, പിന്നെ കാത്തിരിപ്പു നമ്മെ കൈവിലങ്ങുകൾ. ജീവിതത്തിനർത്ഥമുണ്ട് സോദരേ, അതിനാമുഖം യുവത്വമെന്നതോർക്കണം. സ്നേഹശാന്തി സൗഹൃദത്തിൻ ശത്രുത ഇവർ തല്ലിക്കെടുത്തുന്നു നാട്ടിൽ സ്വസ്ഥത. സ്നേഹശാന്തി സൗഹൃദത്തിൻ ശത്രുത ഇവർ തല്ലിക്കെടുത്തുന്നു നാട്ടിൽ സ്വസ്ഥത. ഇരുളിൽ നിന്നും ജയ് വിളിച്ചു വന്നവർ ഇവർ ഇരുട്ടിനെ പ്രണയിക്കുന്ന രാക്ഷസർ. ജീവിതത്തിനർത്ഥമുണ്ട് സോദരേ, അതിനാമുഖം യുവത്വമെന്നതോർക്കണം. രക്തദാഹം കൊണ്ട് കാട്ടും വേലകൾ എല്ലാം പക്വതയില്ലാത്ത ഖൽബിൻ ചിന്തകൾ. രക്തദാഹം കൊണ്ട് കാട്ടും വേലകൾ എല്ലാം പക്വതയില്ലാത്ത ഖൽബിൻ ചിന്തകൾ. നഷ്ടപ്പെടുത്തല്ലേ നാട്ടിൽ സൗഹൃദം, നമ്മൾ ചിട്ടയോടെ നീക്കിടേണ്ട ജീവിതം. ജീവിതത്തിനർത്ഥമുണ്ട് സോദരേ, അതിനാമുഖം യുവത്വമെന്നതോർക്കണം. നൊന്ത് പെറ്റ പൊന്നുമോന്റെ മയ്യത്ത് ഉമ്മ കണ്ടിടേണ്ട എന്ന് ചെന്നതോർക്കണം. ജീവിതത്തിനർത്ഥമുണ്ട് സോദരേ, അതിനാമുഖം യുവത്വമെന്നതോർക്കണം. നൊന്ത് പെറ്റ പൊന്നുമോന്റെ മയ്യത്ത് ഉമ്മ കണ്ടിടേണ്ട എന്ന് ചൊന്നതോർക്കണം. യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്.
മാനവ സ്നേഹം വഴിമാറി തീവ്രത മനസ്സിൽ കുടിയേറി സ്നേഹസമാധാനം വിട ചൊല്ലി ശത്രുതയിന്നെങ്ങും കളിയാടി മദ്യം നുകരും യുവത്വമിന്നേ മരണം പുണരും കാഴ്ചയല്ലേ മഴക്ക് മരുന്നിൻ വഴി തേടി മനസ്സിൽ നിലതെറ്റി അഴിഞ്ഞാടി മാനവ സ്നേഹം വഴിമാറി തീവ്രത മനസ്സിൽ കുടിയേറി സ്നേഹസമാധാനം വിട ചൊല്ലി ശത്രുതയിന്നെങ്ങും കളിയാടി ബന്ധവും സ്വന്തവും തറവാട് വേറിട്ട് പോകുന്ന നിലപാട് മണ്ണിതിൽ കാണുന്ന നെറുകേട് മായ്ക്കാൻ കഴിയാത്ത ഇടപാട് ഇരുളിൽ തെളിയുന്ന കഴുകന്മാർ ഇന്നീ നാടിൻ്റെ ചാരന്മാർ അരികത്തു ചേർന്നിവർ പാലൂട്ടും അകമിൽ വിഷം കേറ്റി കൊടിനാട്ടും മാനവ സ്നേഹം വഴിമാറി തീവ്രത മനസ്സിൽ കുടിയേറി സ്നേഹസമാധാനം വിട ചൊല്ലി ശത്രുതയിന്നെങ്ങും കളിയാടി അക്രമവാസന പിരികേറ്റി അറുകൊല ചിന്തയിൽ മനം മാറ്റി ജീവിതം പൂവിടും ചെറുപ്രായം ജീർണത ബാധിച്ച സമുദായം ഭീകരവാദം ഇല്ലാത്ത നാടിനു വേണ്ടി പോരാടാ സമുദായത്തിൻ്റെ നന്മക്കായി ഒന്നിച്ചൊന്നായി പോരാടാ മാനവ സ്നേഹം വഴിമാറി തീവ്രത മനസ്സിൽ കുടിയേറി സ്നേഹസമാധാനം വിട ചൊല്ലി ശത്രുതയിന്നെങ്ങും കളിയാടി മദ്യം നുകരും യുവത്വമിന്ന് മരണം പുണരും കാഴ്ചയല്ലേ മഴക്ക് മരുന്നിൻ്റെ വഴി തേടി മനസ്സിൽ നിലതെറ്റി അഴിഞ്ഞാടി മാനവ സ്നേഹം വഴിമാറി തീവ്രത മനസ്സിൽ കുടിയേറി സ്നേഹസമാധാനം വിട ചൊല്ലി ശത്രുതയിന്നെങ്ങും കളിയാടി
മണ്ണിൽ പുത്തുവിരിഞ്ഞൊരു പൂ പോലെ ഈ ലീഗിൻ മക്കളും നന്നത് കണ്ടില്ലേ മണ്ണിൽ പുത്തുവിരിഞ്ഞൊരു പൂ പോലെ ഈ ലീഗിൻ മക്കളുണർന്നത് കണ്ടില്ലേ എങ്ങും ഹരിത കൊടികളായി പിന്നിൽ ജൈവിളികളായി ഉള്ളിൽ വിരിയും മധുവുമായി വന്ന് നിറയും പടയിതാ ഈ കായികമില്ലത്ത് പൊറ്റിയ മുത്തല്ലേ ഈ പാപയ്ക്ക് തങ്ങൾ വളർത്തിയ സത്തല്ലേ ഈ കായികമില്ലത്ത് പൊറ്റിയ മുത്തല്ലേ ഈ പാപയ്ക്ക് തങ്ങൾ വളർത്തിയ സത്തല്ലേ മണ്ണിൽ പുത്തുവിരിഞ്ഞൊരു പൂ പോലെ ഈ ലീഗിൻ മക്കളുണർന്നത് കണ്ടില്ലേ കേരളത്തിൻ കരയിൽ പാറും പച്ചക്കൊടിയെ കത്തിവെച്ച് കിരി മുറിക്കാൻ മോഹമുദിച്ചിടണ്ട കാരുണ്യത്തിൻ വഴിയിൽ കയ്യിൽ വന്ന കനിയെ നെഞ്ചിനുള്ളിൽ ചേർത്ത് പിടിക്കും ലീഗിന്റെ മക്കളിതാ ഈ ബോംബും വാളും വേണ്ടട കുഞ്ഞോന്നെ ഈ നാട്ടിൽ സ്നേഹം കാണണം പൂമോനെ ഈ ബോംബും വാളും വേണ്ടട കുഞ്ഞോന്നെ നാട്ടിൽ സ്നേഹം കാണണം പൂമോനെ മണ്ണിൽ പുത്തുവിരിഞ്ഞൊരു പൂ പോലെ ഈ ലീഗിൻ മക്കളുണർന്നത് കണ്ടില്ലേ എങ്ങും ഹരിത കൊടികളായി പിന്നിൽ ജൈവിളികളായി ഉള്ളിൽ വിരിയും മധുവുമായി വന്ന് നിറയും പടയിതാ ഈ കായികമില്ലത്ത് പോറ്റിയ മുത്തല്ലേ ഈ പാപയ്ക്ക് തങ്ങൾ വളർത്തിയ സത്തല്ലേ അറിവിന്റെ വഴിയിൽ ആരുമില്ല തുണയാ അന്യം നിന്ന സമുദായത്തിൻ അന്തസ്സുയർത്തിയില്ല നൊമ്പരങ്ങൾ അറിയാൻ മുമ്പിലെന്ന് തുണയാ സേവനത്തിൻ തണൽ വിരിച്ചത് ലീഗെന്ന പാർട്ടിയല്ലേ ഈ കാണും സൗഖ്യം തന്നത് ലീഗല്ലേ ഈ മുന്തിയ ചന്ദിര താരകം ലീഗല്ലേ ഈ കാണും സൗഖ്യം തന്നത് ലീഗല്ലേ ഈ മുന്തിയ ചന്ദിര താരകം ലീഗല്ലേ മണ്ണിൽ പുത്തുവിരിഞ്ഞൊരു പൂ പോലെ ഈ ലീഗിൻ മക്കളുണർന്നത് കണ്ടില്ലേ എങ്ങും ഹരിത കൊടികളായി പിന്നിൽ ജൈവിളികളായി ഉള്ളിൽ വിരിയും മധുവുമായി വന്ന് നിറയും പടയിതാ ഈ കായികമില്ലത്ത് പോറ്റിയ മുത്തല്ലേ ഈ പാപയ്ക്ക് തങ്ങൾ വളർത്തിയ സത്തല്ലേ ഈ കായികമില്ലത്ത് പോറ്റിയ മുത്തല്ലേ ഈ പാപയ്ക്ക് തങ്ങൾ വളർത്തിയ സത്തല്ലേ
മുസ്ലിം ലീഗിനെ നെഞ്ചകമേറ്റിയ സോദര, ഈ നാട്ടിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സോദര. മുസ്ലിം ലീഗിനെ നെഞ്ചകമേറ്റിയ സോദര, നാട്ടിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സോദര. കാലങ്ങൾക്കു പിന്നിൽ കാതോർക്കുന്നോർക്കെല്ലാം, കാലങ്ങൾക്കു പിന്നിൽ കാതോർക്കുന്നോർക്കെല്ലാം കനിവിൻ്റെ കൈത്തിരിയാം ഒത്തിരി നാമങ്ങൾ. കരുണാനിധി റബ്ബിൽ തേടുകയായി ഞങ്ങൾ. അല്ലാ അല്ലാ യാ അല്ലാ. മുസ്ലിം ലീഗിനെ നെഞ്ചകമേറ്റിയ സോദര, ഈ നാട്ടിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സോദര. ചേരിക്ക പറമ്പിൽ നിന്നും കൊഴിഞ്ഞ മുത്ത് മുഹമ്മദോരെ, കറുത്തേടം പറമ്പത്തെ ആലി സാഹിബിനോർമ്മയാലെ. ചേരിക്ക പറമ്പിൽ നിന്നും കൊഴിഞ്ഞ മുത്ത് മുഹമ്മദോരെ, കറുത്തേടം പറമ്പത്തെ ആലി സാഹിബിനോർമ്മയാലെ. കുന്നുമ്മൽ സൈതലവിക്ക പിരിഞ്ഞു നമ്മിൽ യാത്രയായി. പുത്തം പറമ്പിൽ സുബൈറ വിളക്കും അണഞ്ഞു പൊറ്റെല്ലാ ഓർമ്മയാ. ഈ മുസ്ലിം ലീഗിനെ നെഞ്ചകമേറ്റിയ സോദര, ഈ നാട്ടിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സോദര. മുസ്ലിം ലീഗിനെ നെഞ്ചകമേറ്റിയ സോദര, നാട്ടിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സോദര. മേത്തലടത്തിൽ മാമുക്കോയ നമ്മിൽ അകന്നുപോയി. മാന്താറ്റിൽ അതിർമാൻകുട്ടി ഹാജിയോരും യാത്രയായി. മേത്തലടത്തിൽ മാമുക്കോയ നമ്മിൽ അകന്നുപോയി. മാന്താറ്റിൽ അതിർമാൻകുട്ടി ഹാജിയോരും യാത്രയായി. മനസ്സുള്ളിൽ മായാതെന്നും നിറഞ്ഞു നിൽക്കും ലീഗാലിക്ക. കൊല്ലോലം മാനുക്കായും ഇല്ല നമ്മുടെ കൂടെ. എല്ലാം ഓർമ്മയാ. ഈ മുസ്ലിം ലീഗിനെ നെഞ്ചകമേറ്റിയ സോദര, ഈ നാട്ടിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സോദര. ഈ മുസ്ലിം ലീഗിനെ നെഞ്ചകമേറ്റിയ സോദര, ഈ നാട്ടിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സോദര. ആണോറാലിക്കുട്ടി പിരിഞ്ഞ ദുഃഖം തോർന്നിടാതെ, പുതിയോട്ടിൽ വീരാനും പോയി മനസ്സിൽ നമ്മൾ നനച്ചിടാതെ. ആണോറാലിക്കുട്ടി പിരിഞ്ഞ ദുഃഖം തോർന്നിടാതെ, പുതിയോട്ടിൽ വീരാനും പോയി മനസ്സിൽ നമ്മൾ നനച്ചിടാതെ. എരഞ്ഞിക്കൽ സെയ്തലവിക്ക പറന്നകന്നു യാത്രയായി.
സുരലോകവാതിലുകൾ നീ ഇവർക്കു മുന്നിൽ തുറക്കണേ അല്ലാ അല്ലാ യാ അല്ലാ. ഈ മുസ്ലിം ലീഗിനെ നെഞ്ചകമേറ്റിയ സോദര, ഈ നാട്ടിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സോദര, മുസ്ലിം ലീഗിനെ നെഞ്ചകമേറ്റിയ സോദര, നാട്ടിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സോദര, കാലങ്ങൾക്ക് പിന്നിൽ കാതോർക്കുന്നോർക്കെല്ലാം, കാലങ്ങൾക്ക് പിന്നിൽ കാതോർക്കുന്നോർക്കെല്ലാം കനിവിൻ്റെ കൈത്തിരിയാമൊത്തിരി നാമങ്ങൾ കരുണാനിധി റബ്ബിൽ തേടുകയായി ഞങ്ങൾ. അല്ലാ അല്ലാ യാ അല്ലാ. ഈ മുസ്ലിം ലീഗിനെ നെഞ്ചകമേറ്റിയ സോദര, ഈ നാട്ടിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സോദര. ഈ നാട്ടിൽ മുളച്ചു വരൂ എത്രയോ പാർട്ടികളുണ്ട്, എന്നാലും അവർക്കിടയിൽ തിളങ്ങുകയായി മുസ്ലിം ലീഗ്, ഉയരുകയായി മുസ്ലിം ലീഗ്. ഇത് ഇന്ത്യൻ ലീഗ്, ഇത് മുസ്ലിം ലീഗ്, ഇത് ഇന്ത്യൻ ലീഗ്, ഇന്ത്യൻ മുസ്ലിം ലീഗ്. പോരു കൂടെ പോരു ഈ ലീഗിൽ വന്നു ചേരാ, അന്തസാണി ലീഗ് ഈ ഇന്ത്യൻ യൂണിയൻ ലീഗ്. ഈ വീറും ചൂരും കാട്ടി ഈ നേരും ഗീതം പാടി ഈ അടരാടും പടയെത്തിയേ, ഈ മണ്ണിൽ നിറഞ്ഞാടി ഈ നെഞ്ചിൽ കൊടിയേറി ഈ ഹരിത പൊങ്കൊടി പാറിയേ. ഈ നാടിൽ വന്ന കതിരാണ്, ഈ നേരിൻ സ്നേഹക്കരിയാണ്, ഈ പോരൻ മുന്നിൽ കുതിപ്പാണ്. പോരു കൂടെ പോരു ഈ ലീഗ് വന്നു ചേരാ, അന്തസാണി ലീഗ് ഈ ഇന്ത്യൻ യൂണിയൻ ലീഗ്. പല പാർട്ടികളും പല കോലത്തിലായി ലീഗിന്മേ കേറുവാൻ വന്നിതാ. വേടി പൊട്ടിച്ചവർ വെറും വീരുക്കളായി, ഗതി കിട്ടാത്തവർ പിണിതാ. ഈ താളം നിന്ന് പോയാൽ ഈ പാർട്ടിയില്ലതായ നമുക്കായിട്ടാരുണ്ട് നീ. ഈ കാണും സത്യം തേടി ലീഗിൽ ഒത്തുകൂടി നാം പിടിക്കണം പച്ചക്കൊടി. ഇത് കണ്ണും കരളായി കാത്തു പോറ്റും പടയാണടാ, ഇത് കാറ്റും കോളും കണ്ണുമടുത്തി തിരയാണിതാ. പോരു കൂടെ പോരു ഈ ലീഗിൽ വന്നു ചേരാ, അന്തസാണി ലീഗ് ഈ മുസ്ലിം ലീഗ്. Fire!
മനക്കൊട്ടാരത്തിൽ വരും പൂന്തിങ്കളായി തണൽ പാകിടുവാൻ ലിഖിത മതസൗഹാർദ്ദമിൽ നിറസാന്നിധ്യമായി നമുക്കാവേശമായി ലിഖിത ഈ പിന്നോക്കത്തിൻ കൂടെ നാം എന്നും മുഷിരോടെ ഈ തളരാത്ത പടയോട്ടമായി ഈ മണ്ണിൽ നിറഞ്ഞാടി നാം എന്നും ജയം നേടി ഈ ലീഗിന്റെ പേരോട്ടമായി. ഇത് മുള്ളും മുരടും താണ്ടി വരുന്നൊരു പടയാണേടാ, ഇത് കാറ്റും കോളും കണ്ടുമെടുത്ത തിരയാണേടാ. എപ്പോരു കൂടെ പോരോ ഈ ലീഗിൽ വന്നു ചേരാ അന്തസാണി ലീഗ് ഈ ഇന്ത്യൻ യൂണിയൻ ലീഗ്. ഈ വീറും ചൂരും കാട്ടി ഈ നേരും ഗീതം പാടി ഈ അടരാടും പടയെത്തിയേ, ഈ മണ്ണിൽ നിറഞ്ഞാടി ഈ നെഞ്ചിൽ കൊടിയേറി ഈ ഹരിത പൂങ്കൊടി പാറിയേ. ഈ നാടിൻ വന്ന കതിരാണ്, ഈ നേരിൻ സ്നേഹക്കനിയാണ്, ഈ പോരിൻ മുന്നിൽ കുതിപ്പാണ്. കൂടെ പോരൂ. മനസ്സകത്ത് മുസ്ലിം ലീഗ്, മനക്കരത്തിലുയരും ലീഗ്. മനസ്സകത്ത് മുസ്ലിം ലീഗ്, മനക്കരത്തിലുയരും ലീഗ്. വന്നല്ലോ മുന്നിൽ പൊൻപതാകയായി ലീഗിനെതിരിൽ പല കൂട്ടർ വന്നു, പേരും കൊടിയും നിറം മാറി വന്നു. എരുതിയിൽ തളിരിട്ട ലീഗ് കുടുംബം, എരുതിയിൽ തളിരിട്ട ലീഗ് കുടുംബം എതിർപ്പിന്റെ മുന തട്ടി കുതിച്ചുയർന്നു. മനസ്സകത്ത് മുസ്ലിം ലീഗ്, മനക്കരുത്തിലുയരും ലീഗ്. വന്നല്ലോ മുന്നിൽ പൊൻപതാകയായി. അന്യന് മുന്നിൽ വിറക് വെട്ടികൾ വെള്ളം കോരികളായി മതപ്പരിച്ചൊരു സമുദായത്തെ പിടിച്ചുയർത്തിയതാ. അറിവിനക്ഷര വഴിയിൽ തെളിയും തരംഗമാലകളായി, അറിവിനക്ഷര വഴിയിൽ തെളിയും തരംഗമാലകളായി ഉയരുന്ന വൈക മുസ്ലിം ലീഗിൻ ഉശിരൻ മക്കളിതാ. മനസ്സകത്ത് മുസ്ലിം ലീഗ്, മനക്കരുത്തിലുയരും ലീഗ്. വന്നല്ലോ മുന്നിൽ പൊൻപതാകയായി. മർദ്ദിത മാനവ മക്കളെ മനസ്സിൽ പൂന്തണലായി മണ്ണിലുയർന്നൊരു പൊൻകൊടിയേന്തി വരുന്നു ഞങ്ങളിതാ. പിറന്ന മണ്ണിൻ സ്വാതന്ത്ര്യത്തിൽ പൊരുതി മരിച്ചവരാൽ, പിറന്ന മണ്ണിൻ സ്വാതന്ത്ര്യത്തിൽ പൊരുതി മരിച്ചവരാൽ പകർന്നു കിട്ടിയ വീറും മുഷിരിൽ വിരിഞ്ഞ മക്കളിതാ. മനസ്സകത്ത് മുസ്ലിം ലീഗ്, മനക്കരുത്തിലുയരും ലീഗ്. വന്നല്ലോ മുന്നിൽ പൊൻപതാകയായി.
വന്ധ്യവയോധിക യുവാനിര ചെറുപിഞ്ചു മനസ്സുകളിൽ വന്നതലോടെ കാത്തു പുലർത്തിയ മുസ്ലിം ലീഗിത തലമുറകൾ മാറി നമുക്കായി തന്നൊരു പ്രസ്ഥാനം, തലമുറകൾ മാറി നമുക്കായി തന്നൊരു പ്രസ്ഥാനം. പോറ്റി വളർത്തി ഞങ്ങൾ വിളിക്കും ലീഗ് സിന്ദാബാദ്. മനസ്സകത്ത് മുസ്ലിം ലീഗ്, മനക്കരുത്തിൽ ഉയരും ലീഗ്. വന്നല്ല മുന്നിൽ പൊൻപതാകയായി ലീഗിനെതിരിൽ പല കൂട്ടർ വന്നു. പേര് കുടിയും നിറം മാറി വന്നു. എരുതിയിൽ തളിരിട്ട ലീഗ് കുടുംബം, എരുതിയിൽ തളിരിട്ട ലീഗ് കുടുംബം എതിർപ്പിന്റെ മുന തട്ടി കുതിച്ചുയർന്നു. മനസ്സകത്ത് മുസ്ലിം ലീഗ്, മനക്കരുത്തിൽ ഉയരും ലീഗ്. വന്നല്ല മുന്നിൽ പൊൻപതാകയായി. പൂവാട്ടുപറമ്പിന്റെ പരിപാവനമായ മണ്ണ് വിഷലിപ്തമാക്കാൻ ഒരു തീവ്രവാദ ഗ്രൂപ്പുകളെയും അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ യുവസഞ്ചയം. സാമൂഹ്യ ജീർണത നാടിന്റെ ഉറക്കം കെടുത്തുമ്പോൾ അതിനെതിരെയുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ യുവശക്തി. ഹരിത രാഷ്ട്രീയം ഈ മണ്ണിൽ അജയമാണെന്ന് അടയാളപ്പെടുത്തുകയാണ് ഈ യുവജനയാത്ര.